Hi everyone. As you know, സൈലത്തിൻ്റെ വൺ ഓഫ് ദ പ്രീമിയം പ്രോഗ്രാമാണ് സൈലം ഫിനിക്സ് ബാച്ചസ് എന്ന് പറയുന്നത്. സൂപ്പർ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇൻറ്റൻസീവ് റിപ്പീറ്റർ പ്രോഗ്രാമാണ് ഫിനിക്സ് ബാച്ച്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സൈലത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് അവർ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഫിനിക്സ് ബാച്ചിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. അപ്പം നല്ല റിസൾട്ട് എൻഷോർ ചെയ്യുന്ന ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഓൺലൈൻ ഫിനിക്സ് ബാച്ചിനെ കുറിച്ചും നമ്മുടെ ഓൺലൈൻ റിപ്പീറ്ററായ ധീര പ്രോഗ്രാമിനെ കുറിച്ചുമാണ്. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് വരുന്ന എൻക്വയറീസും കൂടുതലായിട്ട് വരുന്ന സംശയങ്ങളും കമൻറ്റ് സെഷനിലായിക്കോട്ടെ, നമ്മുടെ ടീച്ചേഴ്സിന് പേഴ്സണലായിട്ട് വരുന്ന ആയിക്കോട്ടെ, കുട്ടികൾ ചോദിക്കുന്നത്, സാർ ഞാൻ റിപ്പീറ്ററാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു കുട്ടിയാണ്, എനിക്ക് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഫിനിക്സ് ബാച്ചാണോ ധീര ബാച്ചാണോ സ്യൂട്ടബിൾ? കുട്ടികൾ സ്കോറൊക്കെ പറഞ്ഞിട്ടാണ് പറയാറ്, ഇനി ഞാൻ ഫിനിക്സിൽ ജോയിൻ ചെയ്യണോ ധീര ബാച്ചിൽ ജോയിൻ ചെയ്യണം? പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഈ സംശയം ചോദിക്കാറ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കൺഫ്യൂഷൻസിനുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ധീരയിൽ ജോയിൻ ചെയ്യണോ ഫിനിക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറി നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ക്രിയേറ്റ് ചെയ്ത ബാച്ചാണ് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. ധീര ബാച്ചിൽ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടാവും. ഫസ്റ്റ് റിപ്പീറ്ററും ഉണ്ട്, റിപ്പീറ്ററും ഉണ്ട്, സൂപ്പർ റിപ്പീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ എന്തുകൊണ്ട് ധീര ബാച്ചിൽ വരുന്നു എന്നുള്ളതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും വേണ്ടി മാത്രമുള്ളതാണ്. ഇനി ഫസ്റ്റ് റിപ്പീറ്റേഴ്സും, അതായത് +2നോടൊപ്പം നീറ്റ് എഴുതി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച കുട്ടികളും ചില കുട്ടികളും ഫിനിക്സ് ബാച്ചിൽ ഉണ്ടാവാറുണ്ട്. അത് ബേസ്ഡ് ഓൺ അവരുടെ ഫസ്റ്റ് നീറ്റ് സ്കോറാണ്. അപ്പം +2നോടൊപ്പം നിങ്ങൾ നീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മികച്ചൊരു സ്കോറിലേക്ക് നിങ്ങൾ എത്തി, ഒരു 550 ഒക്കെ എബോ നിങ്ങൾ സ്കോർ ചെയ്തു, നിങ്ങൾക്ക് കണ്ടന്റ് ഒക്കെ അത്യാവശ്യം നല്ല ധാരണയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനിക്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അത് സ്ട്രിക്റ്റ്ലി നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തും നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തും നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കുട്ടികളെ മാത്രമേ അങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റേഴ്സിനെ നമ്മൾ ഫിനിക്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാറുള്ളൂ. അല്ലെങ്കിൽ നോർമലി നമ്മൾ വെക്കുന്ന ക്രൈറ്റീരിയ റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ്. ഇനി ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക് പോകാനുള്ളത്? നമ്പർ ഓഫ് സെഷൻസും നമ്പർ ഓഫ് ക്ലാസ്സുകളും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന ഹവേഴ്സിൻ്റെ കൗണ്ടും ഒക്കെ ധീര ബാച്ചിനും ഫിനിക്സ് ബാച്ചിനും സെയിം ആണ്. ദാറ്റ് മീൻസ് ഒരു ദിവസം 6 മണിക്കൂർ ക്ലാസ് ആണ് ധീരക്ക് ഉള്ളതെങ്കിൽ 6 മണിക്കൂർ ക്ലാസ് തന്നെയാണ് ഫിനിക്സിന് ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ, അത് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്സിൻ്റെ മെക്കാനിക്സ്, ഏത് ബ്രാഞ്ച് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ധീര ബാച്ചിൽ, അതായത് നമ്മുടെ നോർമൽ റിപ്പീറ്റർ പ്രോഗ്രാമിൽ 6 സെഷൻസ് കൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ഒരു 2 ഹവേഴ്സിൻ്റെ 6 സെഷൻ കൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അതേ 6 സെഷൻസ് ഫിനിക്സ് ബാച്ചിലും ഉണ്ടാവും. പക്ഷേ ഫിനിക്സ് ബാച്ചിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. എല്ലാ ദിവസവും എല്ലാ സെഷൻസിലും ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ്ലി നമ്മൾ എല്ലാ സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫിനിക്സ് ബാച്ചിൽ. അപ്പം രണ്ടും ഒരേ നമ്പർ ഓഫ് സെഷൻ ആണെങ്കിലും ധീര ബാച്ചിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക ഫിനിക്സ് ബാച്ചിലാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവിടെ കൂടുതൽ സമയം ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ അധിക സമയം ഫിനിക്സ് ബാച്ചിന് എടുക്കുന്നില്ല, രണ്ടിനും ഒരേ സമയമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചുകൂടെ വേഗത്തിലായിരിക്കും ഫിനിക്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ പോകുക എന്നുള്ളതാണ്. വലിയ സ്പീഡ് ഉണ്ടാവും എന്നൊന്നും അല്ല പറയുന്നത്. പല കുട്ടികളും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്, ഫിനിക്സ് ബാച്ചിൽ വെറും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണെന്നാണ്. അങ്ങനെയൊന്നും അല്ല, തിയറിയൊക്കെ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും സാധാ ധീര ബാച്ചിലുള്ള പോലെ തന്നെ ഫിനിക്സ് ബാച്ചിലുണ്ട്. ലൈവ് ഇൻട്രാക്ഷനും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് ഫിനിക്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോവുക. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്വല്പം വേഗത്തിലായിരിക്കും ഫിനിക്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ പോവുക. ആ വേഗത കുട്ടികൾ തന്നെ ഡിമാൻഡ് ചെയ്യുന്നതാണ്. കുട്ടികൾ ടീച്ചേഴ്സിനെ സാർ കൂടുതൽ വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യൂ, സാർ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യൂ എന്നുള്ള ആ ഒരു ഡിമാൻഡ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഫിനിക്സ് ബാച്ചിലെ കുട്ടികൾ അത്രയും ഡിറ്റർമിൻഡ് ആയിരിക്കും. കാരണം അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, കഴിഞ്ഞ തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള കുട്ടികളാണ്. നല്ല സീരിയസ് ആയ ഓഡിയൻസ് ആണ് ഫിനിക്സ് ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേഗത കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വല്പം വേഗത്തിലായിരിക്കും ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ മുന്നോട്ടേക്ക് പോവുക. പിന്നെ നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന നല്ല ക്വസ്റ്റ്യൻസും എക്സ്ട്രാ സെഷനായിട്ട് എല്ലാ ദിവസവും, സെഷൻ എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് സമയം എല്ലാ ദിവസവും ഫിനിക്സ് ബാച്ചിൽ ഉണ്ടാവും. ദെൻ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലുള്ളൊരു ഡിഫറൻസ്, ഇപ്പം ഞാൻ 2 ബാച്ചിലും ഒരേ സമയം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് എനിക്ക് അത് പറഞ്ഞുതരാൻ സാധിക്കും. ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് വരുന്നത്, ധീര ബാച്ചിൽ നമ്മൾ അതിൻ്റെ ബേസ് ലെവൽ തൊട്ടേ നമ്മൾ പഠിപ്പിക്കും. അതായത് ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട +2ലോ ഈവൻ 10th ഒക്കെ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വളരെ വളരെ ബേസ് ലെവൽ തൊട്ടേ നിങ്ങളെ പഠിപ്പിച്ച് വളരെ ക്ലിയർ ഐഡിയ തന്ന് അങ്ങനെയാണ് നിങ്ങളെ അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഫിനിക്സിന് അവിടെ നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഫിനിക്സിന് ബേസ് ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട്
എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ ആ ലെവലിലേക്കുള്ള ക്ലാസ്സുകളല്ല കുട്ടികൾ ഡിമാൻഡ് ചെയ്യുക. കുട്ടികൾ കുറെ കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനും ഇൻഡെപ്ത് കോൺസെപ്റ്റും ഹൈലി കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും ഉണ്ടാക്കേണ്ട രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലാണ് ഫിനിക്സ് ബാച്ചിലെ കുട്ടികൾ ഡിമാൻഡ് ചെയ്യാറ്. അപ്പം ഫിനിക്സ് ബാച്ചിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ബേസ് ലെവൽ എന്ന് പറയുന്ന ആ വല്ലാതെ ബേസിലേക്ക് നമ്മൾ പോകാതെ ഏകദേശം നമ്മൾ NCERT ടോപ്പിക്സ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഫിനിക്സ് ബാച്ചിലെ ക്ലാസ്സുകൾ ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ നമ്മൾ തിയറി ഫിനിഷ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കുകയും ചെയ്യും. പിന്നെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് തിയറി ക്ലിയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൂടെ തിയറി ക്ലിയർ ആയി പോകും. അപ്പോൾ ഫിനിക്സ് ബാച്ചിൽ തിയറി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, തിയറി ഡിസ്കഷൻ നടക്കുന്നില്ല എന്നല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫിനിക്സ് ബാച്ചിലിൻ്റെ ക്ലാസ് ഡിസ്കഷൻ ധീര ബാച്ചിൻ്റെ ബേസ് എടുക്കുന്ന അത്രയും ബേസ് ലെവലിൽ ഫിനിക്സ് ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. തിയറി ഡിസ്കഷൻ ഉണ്ടാവും, പക്ഷേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ്. അപ്പോഴും നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ഞാൻ ഇതിൽ ഏതിൽ ജോയിൻ ചെയ്യണം, എനിക്ക് കുറേ ചാപ്റ്ററിൻ്റെ ബേസ് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തിയറി കുറച്ച് അറിയണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ക്വസ്റ്റ്യനും കൂടുതൽ ചെയ്യണം, അപ്പോൾ ഞാൻ ഇതിൽ ഏതിൽ ജോയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പക്ഷേ കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് എല്ലാ ചാപ്റ്ററിലും ഏകദേശം നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ ഫിസിക്സിലെ +1 +2 മുഴുവൻ ചാപ്റ്റേഴ്സിലും ഏകദേശം നല്ല ധാരണയുണ്ട്. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും അത്ര ഡീപ്പായിട്ടൊന്നും അറിയില്ല. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൊക്കെ പലയിടത്തും സ്റ്റക്ക് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും എല്ലാ ചാപ്റ്ററിലെ കണ്ടന്റും ഏത് രൂപത്തിലുള്ളതാണ് എന്നും ആ ചാപ്റ്ററിൻ്റെ സ്റ്റൈൽ എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും മെക്കാനിക്സ് എങ്ങനെയാണ് പോകുന്നതെന്നും ഒപ്റ്റിക്സ് എങ്ങനെയാണ് പോകുന്നതെന്നും കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ രീതി എങ്ങനെയാണ്, അങ്ങനെ ഒരു ധാരണ, ഒരു ബേസിക് ഐഡിയ എല്ലാ ചാപ്റ്ററിനെ പറ്റിയും ആ കുട്ടിക്കുണ്ട്. കുട്ടി റിപ്പീറ്റ് ചെയ്ത സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്, പക്ഷേ എല്ലാ ചാപ്റ്ററും 100% സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. രണ്ടാമതൊരു എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ ഒരു 25 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, 25-26 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു 10-17 ചാപ്റ്ററോളം വളരെ ഡീപ്പായിട്ട് നന്നായിട്ട് അറിയാം, നല്ലൊരു ധാരണ ഉണ്ട്. പക്ഷേ ഒരു 4-5 ചാപ്റ്റർ ഒട്ടും ആ കുട്ടിക്ക് അറിയില്ല. ഒരു 4-5 ചാപ്റ്റർ ആ കുട്ടിക്ക് തീരെ അറിയില്ല. ഒരു 4-5 ചാപ്റ്ററിൽ ആ കുട്ടി ബിഗ് 0 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള 2 കുട്ടികളുണ്ട്. ഇതിൽ ആദ്യത്തെ കുട്ടിക്ക് എന്തുകൊണ്ടും മാച്ച് ആവുക, എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആവുക ഫിനിക്സ് ബാച്ചാണ്. ആ കുട്ടിയുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ തന്നെ വളരെ വളരെ വലിയ മാറ്റങ്ങൾ ഫിനിക്സ് ബാച്ചിൽ നിന്നുണ്ടാവും. നല്ല കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും നല്ല കണ്ടന്റും ഡെവലപ്പ് ചെയ്ത് നല്ല കോൺഫിഡൻസോട് പഠിച്ചിറങ്ങാൻ ആ ആദ്യത്തെ കുട്ടിക്ക് സാധിക്കും. പക്ഷേ രണ്ടാമത്തെ കുട്ടിയുടെ സംബന്ധിച്ചിടത്തോളം ഫിനിക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് ഫിനിക്സ് ബാച്ചിലൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒട്ടും അറിയാത്ത ചാപ്റ്റർ ഫിനിക്സ് ബാച്ചിലെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ കുട്ടിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉണ്ടാവും. കാരണം ആ കുട്ടിക്ക് ചില പെർട്ടിക്കുലർ ചാപ്റ്ററിലെ വളരെ ബേസ് ലെവലുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ ആ ഫിനിക്സ് ബാച്ചിൽ മറ്റു കുട്ടികളോടൊപ്പം പെർഫോം ചെയ്തെത്താൻ വളരെ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. അത്തരം ചാപ്റ്ററുകൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ്, കുറച്ച് നോളജ് മാത്രമുള്ള കൂടുതൽ തിയറി നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സിനെ അങ്ങനെ മാറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ലിസ്റ്റിൽ ഒരുപാടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ധീര ബാച്ചാണ്. കാരണം ആ ചാപ്റ്റേഴ്സിനെ ബേസ് ലെവൽ തൊട്ടേ പഠിച്ച് സെറ്റ് ആവാൻ ധീര ബാച്ചാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ. പക്ഷേ നിങ്ങൾക്ക് ആ ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ലിസ്റ്റിൽ വളരെ കുറവാണ്, 1, 2, 3 ഒക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫിനിക്സ് ബാച്ചിലൂടെ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് ആ ടൈമിങ്ങിനനുസരിച്ച് പേൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാനും പറ്റും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിസൾട്ട് എല്ലാ ബാച്ചിൽ നിന്നും റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഫിനിക്സ് ബാച്ചിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഫിനിക്സ് ബാച്ചിലുള്ള ഭൂരിഭാഗം കുട്ടികളും പ്ലേസ്ഡ് ആവാറുണ്ട്. അതായത് ഫിനിക്സ് ബാച്ചിൽ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ 90 സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവാറുണ്ട്. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് കൂടുതലാണ് ഫിനിക്സ് ബാച്ചിൽ നിന്ന് വരുന്ന റിസൾട്ടിൽ നിന്നും. പക്ഷേ ഫിനിക്സ് ബാച്ചിൽ നിന്ന് മാത്രമല്ല സൈലത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ ടോപ്പേഴ്സ്, ഈ വർഷത്തെ ടോപ്പർ വരുന്നത് ഡേ സ്കോളർ ബാച്ചിൽ നിന്നാണ്, നമ്മുടെ വീര ബാച്ചിൽ നിന്നാണ്. ഡേ സ്കോളർ ബാച്ചിൽ നിന്നാണ് ടോപ്പേഴ്സ് ഉണ്ടായത്. അപ്പോൾ എല്ലാ ബാച്ചിൽ നിന്നും നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഫിനിക്സ് ബാച്ചിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ധീര ബാച്ചിൽ നിന്നും എല്ലാ ബാച്ചിൽ നിന്നും റിസൾട്ട് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാ ബാച്ചിൽ നിന്നും ഏത് സ്ട്രീമിൽ പഠിച്ചാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓരോ ടൈപ്പ് കുട്ടികളെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, തിയറി നന്നായിട്ട് അറിയാം, തിയറി ഡിസ്കഷൻ വേണ്ട, എനിക്ക് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എങ്കിൽ ആ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതും ആ രൂപത്തിൽ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എക്സാമിനേഷൻ സീരീസ്, ഫിനിക്സ് ബാച്ചിന് കൂടുതൽ എക്സാമിനേഷൻസ് ഉണ്ടോ, ധീരയിൽ ജോയിൻ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ കുറവാണ് ലഭിക്കുക എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിന് കൃത്യമായി ഞാൻ മറുപടി പറയുന്നു.
ഈ 2 ബാച്ചിനും ഒരേ സമയത്താണ് സിലബസ് തീരുക. തീരക്ക് സിലബസ് തീരുന്ന അതേ ഡേറ്റ് അതേ ടൈമിൽ തന്നെയാണ് ഫിനിക്സ് ബാച്ചിനും സിലബസ് തീർക്കുക. ഈ 2 ബാച്ചിനും ഒരേ നമ്പർ ഓഫ് എക്സാമിനേഷൻസ് ആണ്. ഈ 2 ബാച്ചിനും ഒരേ GIBകളാണ്. ഈ 2 ബാച്ചിനും ഒരേ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ എക്സാംസിൻ്റെ എണ്ണത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇതൊക്കെ 2 ബാച്ചിനും ഒരേപോലെ തന്നെയാണ് മുന്നോട്ടേക്ക് പോവുക. റിവിഷനും 2 ബാച്ചിനും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഫിനിക്സ് ബാച്ചിന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, അത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ആ രൂപത്തിലാണ് ഈ 2 ബാച്ചിൻ്റെയും പ്ലാനുകളും അതിൻ്റെ സ്ട്രക്ചറും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് നീറ്റിന് ആവശ്യമായ നീറ്റിൻ്റെ സിലബസിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നല്ല കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ ഒരു കാറ്റഗറി ആക്കി വെക്കുക. മോഡറേറ്റ് കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റേഴ്സ് മറ്റൊരു കാറ്റഗറി, തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ചാപ്റ്റർ മൂന്നാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് നോക്കുക. അത് നിങ്ങൾക്ക് സ്വയം പേൾ വീഡിയോസൊക്കെ കണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തണം. കാരണം ഫിനിക്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഫ്രം ദ ഡേ 1 മുതൽ തന്നെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളെ പഠനത്തിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ എത്തണം. എന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി ക്ലാസ്സുകളിൽ വെച്ച് കാണാം.